സാധാരണ രോഗികൾ വരാനുള്ള ഒരു കാര്യമാണ് കഴുത്തിലുള്ള മുഴകളിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു കാര്യമാണ് തൈറോയ്ഡ് മുഴകൾ. അങ്ങനെ വരുന്ന മുഴകളിൽ 95% പേടിക്കേണ്ടതായ മുഴകളല്ല ഉണ്ടാവാറ്. 5% മാത്രമാണ് അസാധാരണമായ അല്ലെങ്കിൽ ക്യാൻസറസ് മുഴകളായിട്ട് വരുന്നത്. ഇങ്ങനെ വരുന്ന രോഗികളെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചികിത്സയുടെ ഭാഗമായിട്ട് ചില ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് പറയും, അഥവാ T3, T4, TSH എന്ന വാല്യൂകൾ ചെയ്ത് നോക്കാറുണ്ട്. T3, T4 എന്ന് പറഞ്ഞാൽ തൈറോയ്ഡിൽ തന്നെ ഉണ്ടാക്കുന്ന ഗ്രന്ഥിയിൽ നിന്നുണ്ടാക്കുന്ന ഹോർമോൺസാണ്. അതുപോലെ TSH എന്ന് പറഞ്ഞത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുണ്ടാക്കുന്ന ഹോർമോണുകളാണ്. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവരെ തൈറോയിഡിനാണോ പ്രശ്നം, അതല്ല TSH അഥവാ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നും TSHൻ്റെ ഉൽപ്പാദനം കൂടുതലാണോ നോക്കും. ഇങ്ങനെ നോക്കുമ്പം T3, T4 നോർമൽ ആവുകയും TSH നോർമൽ ആവുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ആ പേഷ്യൻറ്റിനെ പിന്നെ പരിഗണിക്കണം, നോർമലായിട്ട് കണക്കാക്കും. പിന്നെ വരുന്നത് T3, T4 കുറയുകയും അപ്പോൾ TSHൻ്റെ അളവ് കൂടും. അങ്ങനെ വരുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി വേണ്ട രീതിയിൽ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ വേറെ ഒന്നുള്ളത് T3, T4 കൂടും, ആ സമയത്ത് TSHൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നു. ഇതിന് നമ്മൾ ഹൈപ്പർ തൈറോയിഡ്സ് എന്ന് പറയും. ഇങ്ങനത്തെ രീതിയിലാണ് പേഷ്യൻസ് വരാറുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്ന അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്കാനിങ് ആണ്. നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നത് പിന്നെ USG സ്കാനിങ്, അൾട്രാസോണോഗ്രാം. അത് കഴുത്തിൻ്റെ ചെയ്ത് നോക്കുമ്പോൾ അത് സാധാരണ മുഴയാണോ അസാധാരണ മുഴയാണോ എന്നെല്ലാം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ വലിപ്പം, അതിൻ്റെ കൂടെ വേറെ കായലുകളെല്ലാം ഉണ്ടോ ഇല്ല എന്നൊക്കെ ഇതിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് FNAC. സാധാരണ ഒരു ചെറിയ നീഡിൽ വെച്ചിട്ട് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് കുത്തിയെടുത്ത് പാത്തോളജി ചെയ്യുന്ന ടെസ്റ്റാണ്. ഇത് വെച്ചിട്ട് എന്താണ് ആ തൈറോയ്ഡ് ഗ്രന്ഥിയിലെ പ്രശ്നം എന്ന് നമുക്ക് ഹിസ്റ്റോപാത്തോളജിക്കലി മനസ്സിലാക്കാൻ പറ്റും. കോശത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് ഹിസ്റ്റോപാത്തോളജിക്കലി മനസ്സിലാക്കാം. അതല്ല മുഴകൾ ചെറുതാവുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ FNAC നമ്മൾ ഗൈഡഡ് ആയിട്ട് ചെയ്യുക. അൾട്രാസോണോഗ്രാം വെച്ചിട്ട് തന്നെ FNAC എടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്യും. ഇതിലെല്ലാം നോർമൽ ആവുകയും അതുപോലെ തന്നെ അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി വളരെ ചെറുതാവുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ കേസിനൊന്നും നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണത്തേക്കാൾ വലുപ്പമുള്ള മുഴകളാണെങ്കിലാണ് നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യം വരുന്നത്.